പാർക്കിൻസൺസിന്റെ കേസിൽ ഇതൊന്നും ഉപയോഗിക്കാൻ കാരണം ബ്രെയിൻ കണക്ഷനാണ്. സിയാസാൻ ഹുവാങ് എനർജറ്റിക് ആക്കുക അതിന്റെ പ്രവർത്തനത്തിനെ ബാലൻസ് ആക്കുക എന്നർത്ഥം. സിയാസാൻ ഹുവാങ്. അടുത്ത കേസിൽ ഇതേ സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്, കിഡ്നിനെ എനർജറ്റിക് ആക്കാൻ ഉപയോഗിക്കുന്നത്. അതിലൂടെ പ്രോട്ടീൻ പോകുമ്പോൾ പ്രോട്ടീൻ കീറ്റോൺ പോകുമ്പോൾ കീറ്റോൺ അറിയും, ഫോസ്ഫേറ്റ് പോകുമ്പോൾ അല്ലെങ്കിൽ ആൽക്കലൈൻ പോകുമ്പോൾ ആ പേരിൽ അതിനെ അറിയപ്പെടുന്നുണ്ട്. അതേപോലെ ഇതും കൂടെ ഇട്ടുള്ള ക്രിയാറ്റിനിൻ കുറയും, നല്ല എഫക്റ്റും ഉണ്ടാകും. അവർക്ക് ക്രിയാറ്റിനിൻ കുറഞ്ഞതാണ്, അവരുടെ 9 ക്രിയാറ്റിനിൻ 2ലേക്ക് എത്തിച്ചാൽ മതി. ആ 2ലേക്ക് എത്തിച്ചാലാണ് പിന്നെ വരാണ്ടായത്. അപ്പോൾ ഓരോ പേഷ്യന്റിന്റെ കേസും ഞങ്ങൾ പറയുന്നതിന്റെ കാര്യം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഹിസ്റ്ററി നമ്മളെ ബ്രെയിനിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ വേഗം കിട്ടുള്ളൂ. അപ്പോൾ അതാണ് ക്രിറ്റാബ്ലസ് അനീജി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ കൂടി എന്തായി അതിന് ക്രിയാറ്റിനിൻ നോർമലായി, പഴയ പോലെ നീരൊക്കെ പോയി ഉഷാറായി നടക്കാൻ തുടങ്ങി. പിന്നെ അതിൽ എൻ്റെ ഒരു ശ്വാസമുട്ടൽ വന്നപ്പോൾ മകനോ ആരോന്ന് ഗൾഫിൽ നിന്ന് വന്ന ടൈമുണ്ട്. അപ്പോൾ മകൻ പോയി കൊണ്ടുപോയി അങ്ങനെ ഉണ്ടാവും. പിന്നെ മുമ്പ് വരവ് ഈ ടൈമിൽ നമ്മൾ ആകെ കൊടുത്ത് സിലിപ്പാണ് ജീപ്പിന്റെ മെറ്റൽ പോയിന്റ് ആകെ കൊടുത്തു. ജീപ്പിന്റെ മെറ്റൽ പോയിന്റ് അതാണ് കൊടുത്തത്. അപ്പോൾ അത് കൊടുത്തതോടുകൂടി തന്നെ ആ എനർജി വരും തന്നെയാണ് വിശ്വാസം. കാരണം ആ സിംഗിൾ പോയിന്റാണ് കൊടുത്തത്. കാരണം കുറേ പോയിന്റുകളിലൂടെ പോയ ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം, മരുന്ന് കുടിച്ച് പിന്നെ ഇനി അതിലേക്ക് കൂടുതൽ പ്രോട്ടോക്കോൾ ആഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്